നിങ്ങളുടെ വീട്ടിൽ സ്വർണമുണ്ടോ? അതെവിടെയാണ് സൂക്ഷിക്കുന്നത്? എല്ലാവരുടെയും കയ്യിൽ ഒരു മാലയോ വളയോ മോതിരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വർണം കാണും. എന്നാൽ നിങ്ങളത് സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? അലമാരയിൽ അല്ലെങ്കിൽ ലോക്കറിൽ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഇതുപോലെ സംരക്ഷിക്കാറുണ്ടോ? സ്വർണം സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ക്ഷീണം വരുന്നുണ്ടാവും, ഉറക്കക്കുറവിൻ ഉണ്ടാവുന്നുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അതിനെ എല്ലാം അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട്സ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഷോക്കാവും. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇരുന്ന് ആലോചിക്കും, ഞാൻ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പണത്തിന് ഒരുപാട് നാൾ ശേഖരിച്ചിട്ടാണ് നിങ്ങൾ സ്വർണം വാങ്ങിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലും. നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന സ്വർണത്തിനെ നമ്മൾ ഭദ്രമായിട്ട് വെക്കാൻ സൂക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്കാണ് സ്വർണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് പറയും വിലയുള്ളതാണ്, കളയരുത്, സൂക്ഷിക്കണം. കളിക്കാൻ പോകുമ്പോഴായാലും അവരുടെ അടുത്ത് പറയും സൂക്ഷിക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാത്തത്? ഈ സ്വർണത്തിനേക്കാളൊക്കെ വിലയുള്ള കാര്യമല്ലേ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളാണ് നമ്മളെ അവസാനം രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ അല്പം നേരം നടക്കാൻ പോകുന്നത്, ഡെയിലി വെള്ളം കുടിക്കുന്നത്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ആരോഗ്യം നോക്കാതെ നമ്മൾ നടക്കും. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നത്. ആരോഗ്യം വന്നതിന് ശേഷമാണ് നമ്മൾ ആരോഗ്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത്. നമുക്ക് അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, എപ്പോഴെങ്കിലും നമ്മൾ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും സൈലൻ്റായിട്ടെത്തുന്നത്. ഇതിനൊക്കെയുള്ളൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തിയാൽ മതിയാവും. ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റും. ഡെയിലി അരമണിക്കൂർ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ കാശ് കൊടുത്ത് സ്വർണം വാങ്ങിക്കും, അതിനെ എന്നിട്ട് ലോക്കറിൽ ഭദ്രമായിട്ട് വെക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് കാശ് കൊടുത്ത ആരോഗ്യത്തെ വാങ്ങിക്കാൻ പറ്റില്ല, മരുന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ. ആ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചെടുക്കാനും പറ്റില്ല. നിങ്ങളുടെ സിംറ്റംസിനെ കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ശീലങ്ങളിലൂടെ നിങ്ങളും മാറാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ ശീലങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നടത്തുന്ന വെബിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്കൊരു ഹെൽത്ത് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് അയയ്ക്കാവുന്നതാണ്. താങ്ക് യു.